മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭക്ഷണശീലത്തെ പറ്റിയുള്ള പരാമർശങ്ങളിൽ വിശദീകരണവുമായി എത്തിയെന്ന് സി ദിവാകരൻ. പിണറായി വിജയന് നെയ്മീൻ കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ പ്രശ്നം പറഞ്ഞായിരുന്നു അഭിമുഖം. ദിവാകരൻ പറഞ്ഞത് നിഷേധിച്ച ആനത്തലവട്ടം ആനന്ദന്റെ മകൻ രംഗത്തെത്തി. പിണറായി വിജയൻ നല്ല ഭക്ഷണപ്രിയനാണ്. ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. മീൻ കറി ഇല്ലാതെ, മീൻ സാധാരണ മീനൊന്നും പോരാ, ക്വാളിറ്റി ഫസ്റ്റ് ക്ലാസ് മീൻ വേണം, അതേ കഴിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇഷ്ടാനിഷ്ടങ്ങളെപ്പറ്റി പറയുന്നതിനിടെയായിരുന്നു സി ദിവാകരന്റെ പരാമർശങ്ങൾ. പിണറായി വിജയൻ ഒരു ഭക്ഷണപ്രിയനാണെന്ന് മാതൃഭൂമി.comൽ നൽകിയ അഭിമുഖത്തിൽ സി ദിവാകരൻ പറഞ്ഞു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായി. എവിടെയാണ് ഉച്ചയ്ക്ക് നമ്മുടെ ഭക്ഷണം പറയുന്നത്? ഞാൻ പറഞ്ഞ ആനത്തലവട്ട ആനന്ദൻ്റെ വീട്ടിലാണ്. പുള്ളിക്ക് തീരെ ഇഷ്ടമായില്ല. കാരണം ആനത്തലവട്ട ആനന്ദന് PS-ഉമായിട്ട് ഭയങ്കര ബന്ധമാണ്. അന്നേരം ഇങ്ങനെ PS-ൻ്റെ ശത്രുവായിരിക്കുന്ന സമയം. അങ്ങനെ വേറെ ആരെയും കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞത് അത് കുഴപ്പമില്ല, ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇലയിട്ട് എൻ്റെ അടുത്തിരിക്കാൻ അദ്ദേഹം വന്നിരുന്നു. അപ്പോൾ കറികളെല്ലാം വിളമ്പി ഈ മീൻ കൊണ്ടുവച്ച് മീൻ, അപ്പോൾ അതിൽ വിരലിട്ട് അമർത്തിയത് വലിയ കഷ്ണമാണ്, അത് വറുത്തതാണ്. അമർത്തി എന്നോട് ചോദിച്ചു ഇത് എന്ത് മീനാണ്? ഞാൻ പിണറായി ചൂരയാണ്. അപ്പം അഴിച്ച് ഉണ്ടില്ല, അഴിച്ച് ഞാൻ AKG സെൻറ്ററിൽ കാണാൻ ദിവാരം പോകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. പൊങ്ങളതാ. മുഖ്യമന്ത്രിക്ക് നെയ്മീൻ കൊടുക്കാൻ കഴിയാത്തതിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ദിവാകരൻ പറഞ്ഞു. പിണറായി വിജയന്റെ പ്രീതിക്കായി ജില്ലാ സെക്രട്ടറി പാളയം മാർക്കറ്റിൽ ഉറക്കമിളച്ച് നെയ്മീനു വേണ്ടി കാത്തിരുന്ന കഥയും ദിവാകരൻ പറയുന്നുണ്ട്. സത്യനേശ്വരാണ് ജില്ലാ സെക്രട്ടറിയാണ്. ഉണ്ണാതെ പോയപ്പോഴും യവന്മാർക്ക് ഇതുപോലെ ഒരു പേടിയില്ല. സത്യനേശ്വരനോട് പറഞ്ഞ് സഹേബ വല്ലതും പറ്റുമോ, നമ്മുടെ വല്ലതും നടപടി എടുക്കുമോ? ഞാൻ പറഞ്ഞു അതൊന്നുമില്ല, ഞാൻ പറയാം, ഞങ്ങൾ എല്ലായിടത്തും നോക്കി കിട്ടിയില്ല, അതാണ് നല്ല മീൻ കിട്ടിയില്ല, അതൊന്ന് പറഞ്ഞേക്കണം. ഞാൻ മതിയാളൊരു കാര്യം ചെയ്യും, നാളെ പാറശാലയാണ്, രാവിലെ പോയി പാളയം മാർക്കറ്റിൽ പോയി വലിയ നെമ്മീനുണ്ട് വലുത്, അത് വാങ്ങി നേരെ അവിടെ കൊണ്ടുപോയി പാറശാല കൊണ്ടുപോയി നല്ല കറി വെച്ച് നാളെ കൊടുത്താൽ നാളെ നമുക്ക് പരാതിയെല്ലാം തീർക്കാം. സത്യരാജ് വെളുപ്പക്കാലത്ത് 5 മണിക്ക് പാളയം മാർക്കറ്റിൽ നിൽക്കുകയാണ് മീനാക്കി. മീൻ വെച്ചുകൊണ്ട് പോയി പാറശാല കൊണ്ടുപോയി വീട്ടിൽ ഇയാൾ നമ്മൾ ക്യാമ്പയുടെ വീട്ടിൽ കറി വെച്ച് വറുത്ത് നല്ല ഒന്നാന്തരം മീൻ കഴിച്ച് ഭയങ്കര സന്തോഷമായി. അതിനുശേഷമാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സത്യനേശൻ ഉറങ്ങിയത്. എന്നാൽ ദിവാകരന്റെ വെളിപ്പെടുത്തലുകൾ നിഷേധിച്ച് ആനത്തലവട്ടം ആനന്ദന്റെ മകൻ ജീവാനന്ദ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. വിഷയം ചർച്ചയായതോടെ ദിവാകരന്റെ വിശദീകരണം. ഇതൊരു കൗതുക വാർത്തയായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിങ്ങനെ ഒരു വിവാദമാകേണ്ട ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത്. കൗതുകത്തിന്റെ പുറത്തെന്ന ദിവാകരൻ പറയുമ്പോഴും തുറന്നു പറച്ചിലുകളിൽ ഇടത് ക്യാമ്പിന് അതൃപ്തിയുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.